അപ്പൊ ഇന്ന് നമ്മള് പറയാൻ പോണ കഥയുടെ പേരാണ് മധുരനെല്ലിക്ക. മധുരനെല്ലിക്ക. അപ്പൊ ഈ മധുരനെല്ലിക്ക എങ്ങനെയാണ് നമ്മുടെ പ്രകൃതിയിൽ ഉണ്ടാക്കി എന്നുള്ളതാണ് ഇപ്പൊ പറയുന്നത്. ഇത് നമ്മള് എല്ലാരും കൂടിയും റാഷിക്ക വന്നപ്പോ വയനാട്ടിൽ പോയി. അപ്പൊ അവിടുന്ന് മധുരനെല്ലിക്ക കിട്ടി. അപ്പൊ ഒരു ബോട്ടിൽ വാങ്ങി കഴിച്ചപ്പോ ചുരുക്കി പറയാൻ കേട്ടോ, എല്ലാവർക്കും ഭയങ്കര ടേസ്റ്റ്. അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ നമ്മുടെ വീട്ടിൽ വന്നിട്ട് ഇതിന് പിടിയും വലിയും കൂടിയപ്പോ ഇങ്ങനെയൊന്നല്ലടാ മധുരനെല്ലിക്ക എന്ന് പറഞ്ഞിട്ട് നമ്മളൊന്ന് ഉണ്ടാക്കി. അപ്പൊ അതൊരു വീഡിയോ ചെയ്തപ്പോ നമ്മുടെ പ്രകൃതിക്കും എന്താ അങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഇറക്കിക്കൂടാ, ഹെൽത്തി ആയിട്ടുള്ള പ്രൊഡക്റ്റ്. മധുരനെല്ലിക്ക പല രീതിയിൽ ഇപ്പൊ ഉണ്ടാക്കുന്നുണ്ട്, പഞ്ചസാര സിറപ്പിലിട്ടിട്ട്. അപ്പൊ ഹണിയാണ്, ശുദ്ധമായ ഹണി ഉപയോഗിച്ചാണ് ഉണ്ടാക്കേണ്ടത്. അതുപോലെ തന്നെ കുറച്ച് പനങ്കൽക്കണ്ട്, നമ്മൾ ടേസ്റ്റിന് ഒരു 3/4 ഭാഗം ഹണിയും 1/4 ഭാഗം പനങ്കൽക്കണ്ടുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോ നമ്മൾ പിന്നെ ഇതിൽ ഉപയോഗിക്കുന്നത് തിപ്പലി, ഏലക്ക, ഗ്രാമ്പു അങ്ങനെയുള്ള കുറച്ച് സുഗന്ധ വ്യഞ്ജനങ്ങളാണ്. ഇതിന്റെ ടേസ്റ്റ് നോക്കോ സഞ്ജയ്, നമുക്ക് ബാക്കി കഥ കേട്ടോ. അത് പരമ്പരാഗതമായ രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിന് വളരെയേറെ ഗുണങ്ങളുണ്ട്. നമ്മുടെ മുടി കൊഴിച്ചില്, അകാല നിര, ഇതൊക്കെ ഒരു പരിധി വരെ തടയാന് നമ്മുടെ തേൻനെല്ലിക്ക സഹായകമാവും. അതുപോലെ കുട്ടികളിൽ ഉണ്ടാവുന്ന ഡ്രൈനെസ് മാറാന്, സ്കിന്ന് സോഫ്റ്റ് ആകാന്, അതുപോലെ തന്നെ നമ്മുടെ മുഖം ഗ്ലോ ആവാന്, കുത്തുകള് മുഖത്തുണ്ടാവുമല്ലോ ചെറിയ കുത്തുകള്, പരുക്കള്, കറുത്ത പുള്ളികളൊക്കെ അത് മാറാനൊക്കെ നമ്മുടെ തേൻനെല്ലിക്ക സഹായകമാണ്. അപ്പൊ നമ്മുടെ വൈറ്റമിൻ സിയുടെ കലവറയായ തേൻനെല്ലിക്ക വേണ്ടവര് താഴെ കാണുന്ന നമ്പറിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇത് ഞങ്ങൾ തന്നെ കഴിച്ചു തീർക്കുന്നതാണ്. അപ്പോ